turn our attention to Psalms chapter 1. സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ Read verse 3. മൂന്നാമത്തെ വാക്യം വായിക്കാം. ഒന്നാം സങ്കീർത്തനം 3-ാം വാക്യം. അവൻ ആശ്ചര്യത്തെ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവത്തിന്റെ മഹത്വം. ഈ പ്രകാരം പറയുക, he is like a tree വൃക്ഷം പോലെ planted by the streams of water. ആശ്ചര്യത്തെ നട്ടിരിക്കുന്നത് പോലെ. Then everybody say planted. എല്ലാവരും പറഞ്ഞാണ് നട്ടിരിക്കുന്നത്. Planted, praise the Lord. എല്ലാവരും പറഞ്ഞാൽ നട്ടിരിക്കുന്നത്. We are not by the streams of water by an accident. നമ്മുടെ ആക്സിഡന്റ് നിമിത്തമായ ആക്കപ്പെട്ടതല്ല. Because we are purposefully planted, praise the Lord. ദൈവത്തിന്റെ നിയോഗ പ്രകാരം നമ്മെ അവിടെ നട്ടിരിക്കുക. It doesn't, one day just let it grow. അങ്ങനെ ഒരു ദിവസം കിളിച്ചു വരുവാനിടയായതല്ല. It was planted by our owner, praise the Lord. നമ്മുടെ ഉടമസ്ഥനാൽ നട്ടപ്പെട്ടവരാണ്. What does it mean? അതിന്റെ അർത്ഥം എന്താണ്? If you read the next verse, അടുത്ത വാക്യം നാം വായിക്കുമ്പോൾ it is like comparing the righteous man with the wicked man. ഒരു പാപിയെ നീതിമാനെ പറ്റി കമ്പയർ ചെയ്യുന്നത് നമുക്ക് How it is being compared? അങ്ങനെയാണ് അത് കമ്പയർ ചെയ്യുന്നത്. The wicked person is not compared to another tree. അത് ദുഷ്ടനെ ഒരു മറ്റൊരു വൃക്ഷമായിട്ടാണ് അല്ല കമ്പയർ ചെയ്യുന്നത്. It is like a chaff, praise the Lord. അവരെ ഒരു പതിരു പോലെയാണ് കമ്പയർ What is ചെയ്യുന്നത്. the difference here? അതിന്റെ വ്യത്യാസം എന്താണ്? Let me come to the crux of my message. ഞാൻ എന്റെ ദൂതിലേക്ക് കടന്നു വരട്ടെ. What is the difference here? ഇവിടെ വ്യത്യാസം എന്താണ്? A planted tree is a constant address, praise the Lord. നടപ്പെട്ടിരിക്കുന്ന ആ വൃക്ഷത്തിന് നിശ്ചയമായ അഡ്രസ് ഉണ്ട്. We have a permanent address. നമുക്ക് പെർമനന്റ് ആയിട്ട് അഡ്രസ് ഉണ്ട്. But the wicked people don't like that. ദുഷ്ടന്മാർ അങ്ങനെയല്ല. They are like chaff. അവരെ പതിർ പോലെയാണ്. The direction of the chaff is determined by the direction of the wind. പതിരിന്റെ ഗതി എന്ന് പറയുന്നത് കാറ്റപ്രകാരം അടിക്കുന്നു. അപ്രകാരമാണ് എന്റെ ഗതി എന്ന് പറയുന്നത്. This guy don't know what he will be tomorrow. നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയത്തില്ല. Day after tomorrow, where he will be, we don't know. നാളെ കഴിഞ്ഞ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയത്തില്ല. If we ask somebody where he will be tomorrow, ഒരുത്തരോട് നാളെ എവിടെയായിരിക്കും എന്ന് ചോദിച്ചാൽ he has to determine by the wind. Praise the Lord. കാറ്റപ്രകാരം അടിക്കുന്നത് അപ്രകാരമായിരിക്കണം. And the righteous man is not like that. നീതിമാൻ എങ്ങനെയല്ല. He has a planted, hallelujah. He has a permanent address. അവനെ നട്ടിരിക്കുന്ന കാരണത്താൽ നിശ്ചയമായ പെർമനന്റ് അഡ്രസ് ഉണ്ട്. He is not influenced by the wind of the society. ഈ സൊസൈറ്റിയുടെ കാറ്റിനാൽ ഉടയപ്പെടുന്നവരല്ല. He is not influenced by the wind of the culture. ഈ കൾച്ചറിന്റെ കാറ്റിനാൽ ഉടയപ്പെടുന്നവരല്ല. He is not determined by the wind of the friends. കൂട്ടുകാരെ കാറ്റിനാൽ ഉടയപ്പെടുന്നവരല്ല അവന്. He is not determined by any of the winds in this world. ഈ ലോകത്തുള്ള ഏതൊരു കാറ്റിനാലും ആടപ്പെടുന്നവരല്ല വ്യക്തി. He has a permanent address because he is planted by the owner. Praise the Lord. അവന്റെ ഉടമസ്ഥനാൽ നട്ടപ്പെട്ടിരിക്കുന്നതിനാണ് സ്ഥിരമായ അഡ്രസ് ഉണ്ട്. I just want to ask young people over here, കുഞ്ഞുങ്ങളോട് കാര്യം ചോദിക്കട്ടെ. how is your baseline of the Christian life? നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ബേസ്ലൈൻ എപ്രകാരമായി? Is it strong or is it constant? അത് സ്ട്രോങ് ആയിരിക്കുന്നു, കോൺസ്റ്റന്റ് ആയിരിക്കുന്നു, Or is it a variable? Praise the Lord. അല്ലെങ്കിൽ മാറിപ്പോകുന്നതാണോ? If it is variable, അത് മാറിപ്പോകുന്നതാണ്. you have to be careful and come back to a constant root. Praise the Lord. നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. Here Psalmist is saying like this: സംഗീതകാരൻ പ്രകാരം the righteous man is a planted. Praise the Lord. ഒരു നീതിമാൻ നട്ടപ്പെട്ട വ്യക്തിയാണ്. Irrespective of the circumstances, ഏതൊരു പരിസ്ഥിതിയിലായിരുന്നാലും, irrespective of the cultural differences, കൾച്ചറിന്റെ തന്നെയായിരുന്നാലും, you can find this guy in the root of the word of God. Praise the Lord. അധിഷ്ഠിതമായി ഇവിടെ കാണാൻ കഴിയും. Hallelujah. Let me ask you one thing today. നിങ്ങളോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. Is your Christian life based on the unchanged word of God? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാരത്തിൽ അധിഷ്ഠിതമാണോ നിന്റെ ക്രിസ്തീയ ജീവിതം? Or the Christian life is based on some variables? മറ്റ് മാറിപ്പോകുന്ന കാര്യങ്ങളാണോ നിന്റെ ക്രിസ്തീയ ജീവിതം The അടിയപ്പെടുന്നത്? variables will keep on changing every day. കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ് എന്തോറും. But the word of God will remain forever and ever. ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. Young people, come back to the word of God. ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, ദൈവത്തിലേക്ക് മടങ്ങി വരിക. Let our base be very strong. നമ്മൾ അപ്പോൾ നമ്മുടെ അടിസ്ഥാനം വളരെ ശക്തിയുള്ളതായിരിക്കും. Hallelujah. I heard a funny story like this. ഞാനൊരു രസകരമായ കഥ പ്രകാരം കേൾക്കുവാനിടയായി. There was a man who keep the clocks in the clock tower. The time in the clock tower. ഒരു മനുഷ്യൻ തന്റെ ക്ലോക്ക് ടവറിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള കഥയാണ്. He keeps the time there. എല്ലായ്പ്പോഴും തന്നെ ക്ലോക്ക് അവിടെ വെച്ചിരിക്കും. So every day one man come to this clock tower and change his time. ഒരു മനുഷ്യൻ എല്ലാ ദിവസവും കടന്നു വന്ന ഈ ക്ലോക്കുള്ള ടൈം ചേഞ്ച് ചെയ്യും. He is a person who is the timekeeper in the nearby factory. അടുത്തുള്ള ആ ഫാക്ടറിയിലെ ടൈം കീപ്പറാണ് ഈ മനുഷ്യൻ. So every day morning 9 o'clock this guy will come near the clock tower. എല്ലാ ദിവസവും
He will adjust his watch. അതിന്റെ ഒരു വാച്ച് അത് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. And he goes to the factory. അതിനുശേഷം So one day this guy who is in the clock tower, ക്ലോക്ക് ടവറിലായിരുന്ന മനുഷ്യൻ ദിവസം this guy asked, അവൻ ചോദിച്ചു, hello, ഹലോ, every day you are doing like this, what is the matter? നീ എല്ലാ ദിവസവും ഇവിടെ കിടന്നു വന്ന് ഇങ്ങനെ ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണെന്ന് You know ചോദിച്ചു. one thing? ഒരു കാര്യം പറയാം, My watch is not working. എന്റെ വാച്ച് വർക്ക് ചെയ്യുന്നില്ല. So I'm just adjusting the right time according to the clock. ഈ ക്ലോക്ക് അനുസരിച്ച് ഞാൻ സമയം കറക്റ്റ് ചെയ്യുകയാണ്. So that I can put the siren at the 5 o'clock in the factory. അതുകൊണ്ട് ഇതനുസരിച്ചിട്ട് എനിക്ക് ഫാക്ടറിയിലെ സൈറൻ ഘടിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. This clock tower guy laughed. This guy in the clock tower, he started laughing. ഇതിന്റെ ഉടമസ്ഥനെ ചിരിക്കുവാനായിട്ട് തുടങ്ങി. You know one thing? ഒരു കാര്യം പറയാമോ? Every day 5 o'clock I adjust my time according to your siren. അവൻ പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ മറ്റുള്ള സമയം അനുസരിച്ച് ഞാൻ According to the siren, 5 ആ o'clock. സൈറന്റെ സമയം അനുസരിച്ച് ഞാൻ എന്റെ ഈ ക്ലോക്കിന്റെ സമയം അഡ്ജസ്റ്റ് ചെയ്യും. Pressure, my clock is also neither working. എന്റെ ക്ലോക്കും ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല. This happens every day. Pressure. എല്ലാ ദിവസവും തന്നെയാണ് The next day morning, this guy comes and makes 9 o'clock. അടുത്ത ദിവസം രാവിലെ ഈ മനുഷ്യൻ വന്ന് അവന്റെ വാച്ച് 9 മണിയാക്കും. This guy evening he makes 5 o'clock. ഈ മനുഷ്യൻ ഇതിന്റെ ഉടമസ്ഥൻ വൈകുന്നേരത്ത് 5 മണിക്ക് തിരിച്ച് 5 മണിയാക്കും. Both of them traveling away from the real clock. Pressure. രണ്ടുപേരും ഒരുപോലെ ഈ യഥാർത്ഥമായ സമയത്ത് നിന്ന് അറിയപ്പെട്ട് സഞ്ചരിക്കുന്നു. Let me ask you one question. നിങ്ങളോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. Are you living a Christian life like this? Pressure. നിങ്ങളൊരു ക്രിസ്ത്യൻ പ്രകാരമാണോ? Are you comparing yourself with somebody in the church? നിങ്ങൾ മറ്റുള്ളവരെ നോക്കിയാണോ ജീവിക്കുന്നത്? And yes, I am better than this guy. ഞാൻ എന്റെ വ്യക്തിക്കാള് ക്ഷേമമായിരിക്കുന്നവരാണ്. I am better than this sister. ഈ ആളിനേക്കാൾ ഞാൻ വ്യത്യസ്തനാണ്. Let me tell you. ഞാൻ നിങ്ങളോട് പറയട്ടെ, Just come back to the word of God. ദൈവത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. Just come back to the word of God. ദൈവത്തിലേക്ക് മടങ്ങി വരിക. Our baseline will be strong. Hallelujah. നമ്മുടെ ബേസ് സ്ട്രോങ് ആയിരിക്കണം. It should be the word of God. അത് ദൈവത്തിന് വരമായിരിക്കണം. Because we are planted by the rivers of water. കാരണം ഒന്ന് ചോദിച്ചാൽ നാം ആശ്ചര്യത്തിന് നട്ടിരിക്കുന്നവരാണ്. Praise the Lord. ദൈവത്തിന്റെ മധ്യത്തിൽ. Hallelujah. 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 Praise the Lord. Praise the Lord. ദൈവത്തിന്റെ സ്തോത്രം. When Joseph was in palace, യോസേഫ് പരസ്യമായിരുന്നപ്പോൾ he was tempted to sin. അവന് ആ പാപം ചെയ്യുവാനായി പരീക്ഷിക്കപ്പെട്ടു. Praise the Lord. ദൈവത്തിന്റെ You സ്തോത്രം. know what is the answer he gave? അവന് ലഭിച്ച മറുപടി എന്താണെന്ന് അറിയാമോ? Let me not do sin against God. ദൈവത്തിന് വിരോധമായി ഞാൻ പാപം ചെയ്യുകയില്ല. Hallelujah. ദൈവത്തിന്റെ സ്തോത്രം. Let me not do against God. Praise the Lord. ദൈവത്തിന് വിരോധമായി ഞാൻ പാപം ചെയ്യുകയില്ല. Let me tell you what is your baseline today. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? Let us standardize our base. Praise the Lord. നമ്മുടെ ബേസ് നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാം. Let us standardize our base. Praise the Lord. നമുക്ക് ആ പ്രകാരം ചെയ്യാനിടയാക്കിയിരട്ടെ. Hallelujah. ഹല്ലേലൂയ. If you're walking in the grocery shop നിങ്ങൾ ഗ്രോസറി സ്റ്റോറിലേക്ക് നടന്നു പോകുമ്പോൾ and you're buying something from the shop, അവിടെ നിന്ന് ചില കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നു വെക്കുക. just say 2 LD or something. രണ്ട് പൗണ്ട് ഉള്ള കാര്യം. And how many of you know that it is actually 2 LD? നിങ്ങൾ എത്ര പേർക്ക് അറിയാതെ 2 പൗണ്ട് ഉണ്ടെന്നുള്ള കാര്യം? Have you ever checked? നിങ്ങൾ എപ്പോഴെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടോ? Yes or no? ഉണ്ടോ? No. ആരും ചെക്ക് ചെയ്തിട്ടില്ല. We just go by the price tag. അവിടെ കാണുന്ന പ്രൈസ് അനുസരിച്ച് നമ്മൾ വാങ്ങിക്കും. Or we just go by the mission, whatever it says. ആ മെഷീൻ എന്ന് പറയുന്നതനുസരിച്ച് വാങ്ങിക്കും. Praise the Lord. ദൈവത്തിന്റെ സ്തോത്രം. Several times in India I was fooled. ഇന്ത്യയിലായിരുന്നപ്പോൾ പലപ്പോഴും ഞാൻ കളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. If I go to the fish market, ഞാൻ മത്സ്യചന്തയിലേക്ക് കടന്നു പോകുമ്പോൾ I will buy 1 kg. ഞാൻ ഒരു കിലോ വാങ്ങിക്കും. But when I come back, ഞാൻ വീട്ടിൽ വരുമ്പോൾ and I really standardize the standard, അത് ശരിയായിട്ടുള്ള തൂക്കത്തിൽ തൂക്കുമ്പോൾ it's only 250 grams less. 250 ഗ്രാം കുറവായിരിക്കും. Because കാരണം they have never standardized their base. അവരുടെ ബേസ് ഒരിക്കലും സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടില്ല. That is the same way the Christian world is going now. അപ്രകാരമാണ് ക്രിസ്ത്യ ലോകവും കടന്നു പോകുന്നത്. In order to attain satisfaction, നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി പ്രാപിക്കുവാനായി we have reduced the baseline. Hallelujah. പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് കുറയ്ക്കുന്നവരാണ്. But let me tell you today morning, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, our God is a God who doesn't reduce the standard. Praise the Lord. He is constant. നമ്മുടെ ഒരിക്കലും അവന്റെ സ്റ്റാൻഡേർഡ് കുറയ്ക്കുന്നവരല്ല, അവൻ നിശ്ചയമായി സ്റ്റാൻഡേർഡ് ചെയ്യുന്നവരാണ്. Let us have an introspection today and ask God, let me able to standardize my standards. Hallelujah. നമുക്ക് ദൈവത്തോട് പറയാൻ
one master asked, ഒരു ദിവസം അവന്റെ ഗുരു അവനോട് ചോദിച്ചു, why you are every day successful? എന്തുകൊണ്ട് നീ എല്ലായ്പ്പോഴും എല്ലാ ദിവസവും വിജയിയായി തീരുന്നു? Because every day is reducing height. കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ ഹൈജമ്പിന്റെ ഹൈറ്റ്, ചാടുന്ന ഹൈറ്റ് എല്ലാ ദിവസവും കുറച്ചോണ്ട് വരും. Every day is very happy. എല്ലാ ദിവസവും സന്തോഷമാണ്. That's what happening today, praise God. അത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. If you are not able to live according to the word of God, ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ we will just reduce it, praise God, അതിന്റെ അളവ് കുറച്ചു കൊണ്ടുവരും. and come to the presence of God and say, I'm successful. അതിശേഷമായ ദൈവത്തിൽ കടന്നു വന്നെന്ന് പറയും, കർത്താവേ ഞാൻ വിജയിയായിട്ടാണ് But വന്നത്. when we reach the judgment seat of Christ, എന്നാൽ നാം ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ He will judge according to His ways. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ അവൻ നമ്മെ വിധിക്കുവാനായി. Hallelujah. Let me tell the young people over here, ഇവിടെ യൗവനക്കാരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. wherever you walk, praise God, നിങ്ങൾ എവിടെ നടന്നാലും let this word be your standard. ദൈവത്തിന്റെ വചനമായിരിക്കട്ടെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ്. Hallelujah. You know about Daniel? ദാനിയേലിനെ പറ്റി നമുക്കറിയാം. He was a person in foreign land. അവന് അന്യദേശത്തായിരിക്കുന്ന മനുഷ്യൻ. He faced a challenge, praise God. അവന്റെ ജീവിതത്തിൽ പരീക്ഷകൾ നേരിട്ടു. When he faced a challenge, അവന്റെ ജീവിതത്തിൽ ചലഞ്ച് കടന്നു he വന്നപ്പോൾ took a decision in his life. അവന്റെ ജീവിതത്തിൽ അവൻ തീരുമാനമെടുത്തു. What was the decision, you know? അവന്റെ തീരുമാനം I will defile the food and the wine which is served by the king. രാജാവിന്റെ ആഹാര നിമിത്തമോ അവൻ കൊടുക്കുന്ന വീഞ്ഞ് നിമിത്തമോ ഞാൻ എന്നെ തന്നെ ശുദ്ധമാക്കി. He was not attending any church, praise God. അവന് ഒരു ചർച്ചയിൽ പോകുന്നവരല്ലായിരുന്നു. He was not, forced by any pastor. ഒരു പാസ്റ്ററാൽ He നയിക്കപ്പെടുന്നവരല്ലായിരുന്നു. didn't have any fellowship there. അവനൊരു കൂട്ടായ്മയില്ലായിരുന്നു. But he took the decision based on the word of God, praise God. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ തീരുമാനമെടുത്തു. Hallelujah. We are planted by the rivers of water. നാം ആറ്റിന്റെ അരികത്ത് നട്ടിരിക്കുന്നവരാണ്. We are not like chaff. നാം അതിരല്ല. Hallelujah. We have a permanent address. നമുക്ക് പെർമനന്റ് ആയ ഒരു അഡ്രസ് ഉണ്ട്. We have a permanent address. നമുക്ക് പെർമനന്റ് ആയ ഒരു അഡ്രസ് ഉണ്ട്. Whatever the temptation, whatever the tribulation, whatever the circumstances we are going through, we will be found in the same place because we are planted. Hallelujah. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷകളെന്നായാലും വിഷമസന്ധികളെന്ന് തന്നെയായാലും നാം പിന്നെയും ആ അഡ്രസ്സിൽ തന്നെ കാണുവാൻ കടമടിയാക്കിയും എന്നുകൊണ്ട് നമുക്ക് പെർമനന്റ് ആയ ഒരു അഡ്രസ് ഉണ്ട്. ഹല്ലേലൂയ. Number 2. രണ്ടാമത്തെ കാര്യം, What does it mean by planted? ആ നട്ടിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? We have honor. നമുക്കൊരു ഉടമസ്ഥനുണ്ട്. We have an honor, praise God. നമുക്കൊരു ഉടമസ്ഥനുണ്ട്. Hallelujah. Hallelujah. How many of you believe that we have honor? എത്ര പേര് വിശ്വസിക്കുന്നു നമുക്കൊരു ഉടമസ്ഥനുണ്ടെന്ന് പറയാം? Hallelujah. When I was worshiping here, ഞാനിവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ Holy Spirit spoke to me about one verse. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഒരു കാര്യം സംസാരിച്ചു. Jeremiah was asked to go to Potter's house. യെരമ്യാവിനോട് പറഞ്ഞു കുശവന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുക. When he went there, he saw a beautiful, the work of the pot. അവിടെ കുശവന്റെ ഭവനത്തിലേക്ക് കടന്നു പോയപ്പോൾ കുശവന് കളിമണ്ണിന്മേൽ രൂപകൽപ്പന ചെയ്തൊരു പാത്രം കാണുവാനായിട്ടിടയായി. And this is like this. അവനെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? The pot was marred. It became destroyed. അത് നഷ്ടപ്പെടുവാൻ ഉടഞ്ഞു പോകുവാനിടയായി തീർന്നു. And the Holy Spirit spoke to me. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. If I would have been there, ഞാൻ ഇവിടെ ആയിരുന്നുവെങ്കിൽ the reshaping ministry I would have given to my assistant. ഞാൻ അവരെ വീണ്ടും അതിനെ യോജിപ്പിക്കുന്ന ആ രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ശുശ്രൂഷ എന്റെ അസിസ്റ്റന്റിന് കൊടുക്കുമായിരുന്നു. Hallelujah. The pot would have said like this. കുശവൻ ഒരു പക്ഷേ പ്രകാരം പറയാമായിരുന്നു, The shaping thing I will do. ആ ഷേപ്പിംഗ് ചെയ്യുന്ന ആ കാര്യം ആ ജോലി ഞാൻ ചെയ്യാം. Once it is destroyed, ഒരിക്കലും ഉടഞ്ഞു പോയാൽ it is not too eligible in my hands. എന്റെ കയ്യിൽ വെക്കാനായിട്ട് അതിന് യോഗ്യതയില്ല. Let my assistant take care. എന്റെ അസിസ്റ്റന്റ് ആ കാര്യങ്ങളൊക്കെ കേൾക്കുകയില്ല. Did God tell that? ദൈവം അങ്ങനെയാണോ പറഞ്ഞത്? No, praise the Lord. Praise the Lord. Even though it was destroyed, അത് ഉടഞ്ഞ പാത്രമായി പോയിരുന്നു. still you are in God's hands. ഇപ്പോൾ ഇത് ദൈവത്തിന്റെ കരങ്ങളിൽ. Hallelujah. Praise the Lord. Praise the Lord. You have not come to the shape where God is deciding about you. നിന്നെ ഇല്ലായ്മയാക്കുന്ന അനുഭവത്തിലേക്കല്ല ദൈവം നിന്നെ കൊണ്ടുവരുന്നത്. No, you have not come to the shape where God is deciding about you. ദൈവം ആഗ്രഹിക്കുന്ന ഷേപ്പിലേക്ക് നീ ഇതുവരെ വന്നിട്ടില്ല. Still you are in God's hands. എന്നാലും ഇപ്പോൾ നീ ദൈവത്തിന്റെ കരങ്ങളിൽ. Because He is our honor. Hallelujah. നമ്മുടെ ഉടമസ്ഥനാണ്. He is our honor. Hallelujah. ഉടമസ്ഥനാണ്. If God has planted you by the rivers of water, ദൈവം നിന്നെ ആശ്ചര്യത്തിന് നട്ടിരിക്കുന്നുവെങ്കിൽ the honor has a purpose. Praise the ആ Lord. ഉടമസ്ഥന അതിനൊരു ഉദ്ദേശമുണ്ട്. When I was talking to young people, a group of young people, ഒരു കൂട്ടം യൗവനക്കാരോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. I just asked them an example. ഞാൻ അവരോട് ഒരു എക്സാമ്പിൾ പറഞ്ഞു. I have a refrigerator in my house. എനിക്ക് എന്റെ ഭവനത്തിൽ ഫ്രിഡ്ജുണ്ട്. I wanted to keep clothes in the refrigerator. ഞാൻ ആ ഫ്രിഡ്ജിനകത്ത് വസ്ത്രങ്ങൾ വെക്കണമെന്ന് വിചാരിച്ചാൽ Do you guys have any problem? നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. But they said, laugh. അവരെ ചിരിക്കാനായിട്ട്. How can you keep clothes in the refrigerator? അവർ ചോദിച്ചു എങ്ങനെയാണ് ആ ഫ്രിഡ്ജിനകത്ത് വസ്ത്രം വെക്കുവാൻ It കഴിയുന്നത്? is not meant for that. അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ലോ ഫ്രിഡ്ജ്. I told who told you? Praise the Lord. ഞാൻ അവരോട് ചോദിച്ചു ആരാ നിങ്ങളോട്
I can decide. ഞാൻ ഈ തീരുമാനമെടുക്കാനുള്ള കഴിവ് എനിക്കുള്ളതാണ്. Praise the Lord. ദൈവത്തിന് സ്തോത്രം. But we never do it. എന്നാൽ ഒരിക്കലും നാം അത് ചെയ്യാറില്ല. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? There is an owner's manual attached to it. ആ ഫ്രിഡ്ജിനോട് ചേർന്ന് ഒരു ഓണേഴ്സ് മാനുവൽ ഉണ്ട്. Hallelujah. ഹല്ലേലൂയ. It clearly says this. അത് വ്യക്തമായി പറയുന്നുണ്ട്. The purpose of the refrigerator. Hallelujah. ആ ഫ്രിഡ്ജിന്റെ ആവശ്യം എന്താണെന്നത് പറയുന്നുണ്ട്. That is what young people here now are. Not only young people, we are forced to use our life as we want. Hallelujah. അതുകൊണ്ടാണ് എല്ലാവരും നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ജീവിതത്തെ ഉപയോഗിക്കാനായി ഫോഴ്സ് But ചെയ്യപ്പെടുന്നത്. let me tell you, we are an owner and we are an owner's manual. Hallelujah. നമുക്കൊരു ഉടമസ്ഥനുണ്ട്, ഒരു ഓണേഴ്സ് മാനുവൽ നമുക്കുണ്ട്. We should live according to the owner's manual. നാം ദൈവത്തിന്റെ വരമാകുന്ന ഓണേഴ്സ് മാനുവൽ അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. You cannot ask the Lord, this is my life, I can do whatever way I want. ദൈവത്തോട് നാം ചോദിക്കേണ്ടത് എന്റെ ജീവിതമാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ചെയ്യുവാൻ ഉള്ള അവകാശം എനിക്കുണ്ടെന്ന്. We have an owner, praise the Lord. നമുക്കൊരു ഉടമസ്ഥനുണ്ട്, We have a purpose. നമുക്കൊരു പർപ്പസ് ഉണ്ട്. It is written in the word of God. ദൈവത്തിന്റെ വാക്കിനെ അനുസരിച്ച് Wherever you are, praise the Lord. നീ എവിടെ തന്നെയായിരുന്നാലും, Even you are represent, praise the Lord. നീ കാരാഗ്രഹത്തിലായാലും, Even in the island of Patmos, നീ പത്മോസിലായാലും, you have a purpose, praise the Lord. ജീവിതത്തിനൊരു purpose ഉണ്ട്. Yes, we are designed by God. Hallelujah. ദൈവത്താൽ ഡിസൈൻ ചെയ്യപ്പെട്ടവരാണ്. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Come back to the owner's manual. ഓണേഴ്സ് മാനുവലിലേക്ക് നമുക്ക് മടങ്ങി വരാം. Praise the Lord. ദൈവത്തിന്റെ മാനുവൽ. Come back to the owner's manual. ഓണേഴ്സ് മാനുവലിലേക്ക് നമുക്ക് മടങ്ങി വരാം. Let me ask you one. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. If you are going to be alone in one place, നിങ്ങൾ ഏകനായ ഒരു സ്ഥലത്തായിരിക്കേണ്ടി വന്നാൽ who will be your approval? നിങ്ങളെ അപ്രൂവ് ചെയ്യുന്ന വ്യക്തി ആരായിരിക്കും? Church pastor? പാസ്റ്ററാണോ? No. Pastor won't be there. പാസ്റ്റർ അവിടെ ഉണ്ടായിരിക്കത്തില്ല. Your family won't be there. ആ കുടുംബം അവിടെ ഉണ്ടായിരിക്കത്തില്ല. Your friends won't be there. കൂട്ടുകാരവിടെ ഉണ്ടായിരിക്കത്തില്ല. Praise the Lord. ദൈവത്തിന്റെ സ്തോത്രം. You should carry your owner's manual in your heart. നിന്റെ ജീവിതത്തിൽ നിന്റെ ഓണേഴ്സ് മാനുവൽ എപ്പോഴും കൊണ്ടുപോകുന്നവനായിരിക്കണം. It should be in your heart. Praise the Lord. അത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. That's why in Psalms 1 24/7 you should meditate the word of God. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം സിംഹത്തിൽ വായിക്കുന്നത്. രാവും പകലും ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ You ധ്യാനിക്കുന്നവരാണ്. should meditate the word of God. ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. Your base should be in your heart. നിന്റെ ബേസ് നിന്റെ ഹൃദയത്തിലായിരിക്കണം. You should walk with the base. Praise the Lord. നിങ്ങൾ എല്ലായ്പ്പോഴും ആ ബേസുമായി യാത്ര You should ചെയ്യുന്നവരായിരിക്കണം. walk with the standards. Praise the ആ Lord. സ്റ്റാൻഡേർഡുമായി യാത്ര ചെയ്യുന്നവരായിരിക്കണം. Irrespective of the circumstances. നിന്റെ പരിസ്ഥിതി എന്ത് തന്നെയായിരുന്നാലും. Praise the Lord. ഹല്ലേലൂയ. I used to say that like this. ഞാൻ ഈ പ്രകാരം പറഞ്ഞിട്ടുണ്ട്. Your antivirus system should be updated. Praise the Lord. അതിന്റെ ആന്റിവൈറസ് സിസ്റ്റം എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തതായിരിക്കണം. Praise the Lord. ഹല്ലേലൂയ. If your antivirus is not updated, അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ you will not get any threat. You will not get any security warning. You are safe. അതിലേക്ക് ഒരിക്കലും ഒരു സെക്യൂരിറ്റി വാർണിംഗ് കിട്ടത്തില്ല. എപ്പോഴും സേഫ് ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. Praise the Lord. ദൈവത്തിന്റെ സ്തോത്രം. We have to update our antivirus. നമ്മുടെ ആന്റിവൈറസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന Praise the Lord. We cannot live by the grace yesterday because today's challenges are different. Hallelujah. ഇന്നലത്തെ കൃപ കൊണ്ട് നമുക്ക് ഇന്ന് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. ഇന്നത്തേക്ക് ആവശ്യമായ ദൈവം നാം In the പ്രാപിക്കുന്നു. software perspective, every day new viruses are coming. Your antivirus should be up to date. Hallelujah. എല്ലാ ദിവസവും പുതിയ വൈറസ് സോഫ്റ്റ്വെയറിനെ കടന്നാക്രമിക്കാൻ കടന്നു വരുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അനുഭവത്തിലേക്ക് നാം എല്ലായ്പ്പോഴും ആയിത്തീരണം. Praise the Lord. ദൈവത്തിന്റെ സ്തോത്രം. Let me tell you, young people. യവനക്കാരെ ഞാൻ പറയട്ടെ. Every minute your challenges are changing. എല്ലാ നിമിഷങ്ങളും നിങ്ങൾ ചലഞ്ച് ഉൾക്കൊള്ളുന്നവരാണ്. Challenges are changing. ചലഞ്ചുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Let's update our virus. നമ്മുടെ വൈറസ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാം. Hallelujah. ദൈവത്തിന്റെ സ്തോത്രം. Hallelujah. Hallelujah. Let the warnings come within our system. നമ്മുടെ സിസ്റ്റത്തിൽ ആ വാണിംഗ് കടന്നു വരുമ്പോൾ Several times we are bothered about the warnings from the outside world. ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന വാണിംഗിലാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധ കൊടുക്കാറുള്ളത്. I have heard people saying like this. പലപ്പോഴും ആളുകൾ പറയുന്ന പ്രകാരം ഞാൻ കേട്ടിട്ടുണ്ട്. Uncle, I'm really bored of the warnings from my parents. എന്റെ മാതാപിതാക്കന്മാർ പറയുന്ന വാണിംഗിൽ ഞാൻ എപ്പോഴും ബോറിംഗ് ആണെന്ന് പറയാം. I'm bored of the warnings from the pastor. പാസ്റ്റർ പറയുന്ന കാര്യത്തിൽ ഞാൻ ബോറിംഗ് ആയി തീർന്നിട്ടുണ്ടെന്ന് പറയുന്നു. I used to tell them, praise the Lord. ഞാൻ അവരോട് പ്രകാരം പറയാറുണ്ട്. Why don't you update your system എന്തുകൊണ്ട് നിന്റെ സിസ്റ്റം നീ അപ്ഡേറ്റ് ചെയ്യുന്നില്ല? so that the warnings will come from you? Praise the Lord. Hallelujah. കാരണം എന്തെന്ന് ചോദിച്ചാൽ വാണിംഗ് നിങ്ങൾക്ക് ഇന്ന് തന്നെ ഉണ്ടാകുവാനിടയാണ്. Let it pop up in your heart. Hallelujah. അത് നിന്റെ ഉള്ളത്തിൽ പോപ്പ് ചെയ്യുവാനിടയാണ്. When you are in a place where you are not supposed to be, നീ ആയിരിക്കേണ്ടാത്ത സ്ഥാനത്ത് നീ ആയിരിക്കുമ്പോൾ let your system say, come on. Hallelujah. അതിന്റെ സിസ്റ്റം പറയട്ടെ, നീ ജാഗ്രതയോടായിരിക്കുക. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Let us come back to the word of God. ദൈവത്തിന്റെ വാക്കിലേക്ക് നമുക്ക് മടങ്ങി വരാം. Are you baseline in the word of God? നിങ്ങൾ ദൈവത്തിന്റെ വാക്കിൽ അധിഷ്ഠിതമായ ജീവിതമാണ് കഴിക്കുന്നത്. The last point I want to say. ഒടുവിലായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, Hallelujah. If you are planted means നീ നട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ
We are properly nourished. Hallelujah. നാം നിശ്ചയമായി നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ തരുന്നവർ കൂടിയാണ്. You are planted by the rivers of water. നദിക്ക് അരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമാണ്. Hallelujah. If God has planted in your college, ദൈവം നിന്നെ കോളേജിൽ നട്ടിരിക്കുന്നുവെങ്കിൽ, if God has planted in your school, നിന്നെ സ്കൂളിൽ നട്ടിരിക്കുന്നുവെങ്കിൽ, He will provide provision and nourishment. നിനക്ക് ആവശ്യമായ എല്ലാ പ്രൊവിഷനും നൽകുവാൻ ആവശ്യകനാണ്. Hallelujah. Praise the Lord. Because എന്തുകൊണ്ടെന്നാൽ we are planted by the rivers of water. നാം ആശ്ചര്യത്ത് നഷ്ടപ്പെട്ടവരാണ്. It will never get depleted. Praise അവിടെ God. ഒരിക്കലും വെള്ളം നഷ്ടപ്പെട്ടു പോകുകയില്ല. 24/7. 24 മണിക്കൂർ 7 ദിവസം 24/7. 24 മണിക്കൂർ 7 ദിവസം You will be nourished. Praise God. Because എന്തുകൊണ്ടെന്നാൽ we are planted by the rivers of water. ആശ്ചര്യത്ത് നട്ടിരിക്കുന്ന വൃക്ഷമായി നീ ആയിരിക്കുന്നു. Hallelujah. Praise the Lord. Today morning, are you worried about your life? നിന്റെ ജീവിതത്തെ പറ്റി നീ വരീടാണോ? Are you worried about your future? നിന്റെ ഭാവിയെ പറ്റി നീ വരീടാണോ? Let me tell you one thing. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. We are planted. നാം നഷ്ടപ്പെട്ടവരാണ്. We are planted. നാം നഷ്ടപ്പെട്ടവരാണ്. Hallelujah. Praise the Lord. Hallelujah. Hallelujah. We have an honor. Praise the Lord. നമുക്കൊരു ഉടമസ്ഥനുണ്ട്. We have a purpose. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ട്. Our base is the word of God. നാം ദൈവവചനത്തിൽ അധിഷ്ഠിതമായവരാണ്. We are properly nourished. നാം ശരിയായ രീതിയിൽ നരിശയപ്പെടുന്നവരാണ്. Hallelujah. Hallelujah. That is the reason why. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്. When Paul and Silas was in prison, അവര് പൗലോസ് ശീലാസും കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ they didn't worry. Praise the Lord. അവരതിനെ പറ്റി വ്യാകുലചിത്തരായിരുന്നില്ല. They didn't worry at all. അതിനെപ്പറ്റി അവരെ അറിയുന്നില്ല. Because they know they are planted. അവർക്ക് അറിയാമായിരുന്നു അവർ നഷ്ടപ്പെട്ടവരാണ്. They are planted. Praise the Lord. ദൈവത്താൽ നഷ്ടപ്പെട്ടവരാണെന്ന് അവർക്ക് They അറിയാമായിരുന്നു. use that purpose for the kingdom expansion. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി സമയം അവർ ചെലവഴിച്ചു. Hallelujah. 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 Praise the Let me Lord. conclude here. ഞാനിവിടെ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. We are planted. നാം നഷ്ടപ്പെട്ടവരാണ്. We have an honor. നമുക്കൊരു ഉടമസ്ഥനുണ്ട്. Let not devil deceive us. പിശാച് നമ്മളെ ഒരിക്കലും ഡിസീവ് ചെയ്യരുത്. I want to tell one more story which I used to commonly tell in my course. ഞാൻ സാധാരണ പറയാറുള്ള ഒരു കഥ കൂടെ പറയട്ടെ. One night, two naughty boys, they broke into one shop. ഒരു ദിവസം രണ്ട് ദുഷ്ടരായ കുട്ടികൾ ഒരു കട ഭേദിക്കുവാനിടയായിരുന്നു. They didn't steal anything from them, അവിടുന്ന് അവരൊന്നും മോഷ്ടിച്ചില്ല. but they switched the price tags. അവരെ അതിന്റെ അവിടെയുള്ള വില സ്വിച്ച് ചെയ്യുവാൻ തുടങ്ങിയാണ്. And they went away. അവരെ അതിനുശേഷമായി മടങ്ങിപ്പോയി. Next day morning, people started coming to the shop. പിറ്റേ ദിവസം രാവിലെ ആളുകൾ സാധനങ്ങൾ വാങ്ങുവാനായി കടയിൽ വന്നു. One guy came. ഒരുത്തൻ കടന്നു വന്നു. He looked at the plasma TV. പ്ലാസ്മ ടി വി കണ്ടു. $2. അതിന്റെ വില $2. He was thinking, ചിന്തിച്ചു, why should I buy for $2? എന്തുകൊണ്ട് ഞാൻ $2 വേണ്ടി ഇത് വാങ്ങിക്കണം? Then he went and saw one pen. അതിനുശേഷമായി താൻ കടന്നുപോയൊരു പേന കണ്ടു. $1,500. അതിന്റെ വില $1,500. Let me buy it. ഞാനിത് വാങ്ങിക്കട്ടെ. Hallelujah. Anything wrong in that? ആ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒന്നും തെറ്റില്ല. I just went by the price tags. ഞാൻ അവിടെയുള്ള വില അനുസരിച്ചാണ് പോയത്. പൗലോസ് പറയുന്നു, Let your eyes be open today. ഇന്ന് പകൽക്കാലത്തിന്റെ കണ്ണു ചുവള്ളതായിരിക്കും. Let the eyes be open. Inner eyes be open. നമ്മുടെ അകത്തെ കണ്ണ് തുറക്കട്ടെ. So that you will be able to see the value of the kingdom. ദൈവത്തിന്റെ മേൽ ഇട്ടിരിക്കുന്ന വില, സ്വർഗ്ഗം ഇട്ടിരിക്കുന്ന വില. Praise the Lord. Hallelujah. Let us not be deceived by the price tag God has put in our life. പിശാച് ഇട്ടിരിക്കുന്ന ആ വില കൊണ്ട് നാം ഒരിക്കലും വഞ്ചിക്കപ്പെടുവാനിടയാ. Hallelujah. Praise the Lord. Let us be able to see the price heaven has put. ദൈവ സ്വർഗ്ഗം ഇട്ടിരിക്കുന്ന ആ വില കാണുവാൻ ദൈവം നമുക്കിടയാണ്. Hallelujah. I know God has put $2 for the things which are eternally valuable. Hallelujah. നിത്യമായ വിലയുള്ള കാര്യത്തിന് വേണ്ടി പിശാച് $2 വിലയായിരിക്കാൻ പറ്റിയിരിക്കുന്നു. Praise the Lord. ദൈവത്തിന്റെ സ്തോത്രം. Let's be able to open our eyes. നമ്മുടെ അകത്തെ കണ്ണു തുറക്കുവാനിടയായി. Praise the Lord. Hallelujah. Let us pray tonight in the morning. ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം. Lord, open my eyes. കർത്താവേ, എന്റെ കണ്ണു തുറക്കണം. Lord, open my eyes. എന്റെ കണ്ണു തുറക്കണമേ. Let me able to discern properly, Lord. ശരിയായ രീതിയിൽ അപഗ്രഥനം ചെയ്യുവാൻ. Let me able to discern the circumstances. ആ സാഹചര്യങ്ങളെ വിലയിരുത്തുവാൻ. Let me able to discern the time which I am spending. ഞാനായിരിക്കുന്ന സമയത്തെ വിവേചിപ്പാൻ. Let me able to discern the friends I am mingling with. ഞാനായിരിക്കുന്ന കൂട്ടുകാരെ വിവേചിപ്പാൻ. Praise the Lord. Let me able to see the value, the price tag heaven has put on me. സ്വർഗ്ഗമിട്ടിരിക്കുന്ന ആ വില അതെത്രന്ന് കാണുവാൻ എനിക്കിടയാകണം. Praise the Lord. ദൈവത്തിന് മാത്രം. Hallelujah. Praise the Lord. Let's close our eyes. നമ്മുടെ കണ്ണുകളെ Praise the Lord. Let's close our eyes. നമ്മുടെ കണ്ണുകളെ നമുക്ക്
surrender our life. നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. Is your base strong today? നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആയിരിക്കുന്നു. Or is it weak? അതോ അത് കാറ്റ് പാറ്റുന്നത് പോലെയാണ്? Hallelujah. Hallelujah. We are planted by the rivers of life. നാം ആർത്തിരികത്ത് നഷ്ടപ്പെട്ടവരാണ്. We have a purpose. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. We have an honor. നമുക്കൊരു ഉടമസ്ഥതയുണ്ട്. We are nourished. നാം എല്ലായ്പ്പോഴും ചെയ്യപ്പെടുന്നവരാണ്. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Our Heavenly Father, സ്വർഗീയ പിതാവേ, thank you for this one. ഈ അനുഗ്രഹീതമായ സമയത്തിനായി Thank you for speaking to us, Lord. ഇന്ന് പകൽക്കാലയോട് സംസാരിച്ചതിനാൽ Thank you for enabling us to share the word. നിന്റെ വചനം ഷെയർ ചെയ്യുവാൻ Bless this church, Lord. ഈ സഭയെ നീ അനുഗ്രഹിക്കുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Continue to pray for us, family. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുക. My wife's name is Christy. എന്റെ ഭാര്യയുടെ പേര് ക്രിസ്റ്റി എന്നാണ്. We have 2 kids, they're twins, Simeon and Rebecca. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ ട്വിൻസ് ആയിട്ടുണ്ട്. And pray for ICPF. ICPF-ന് വേണ്ടി പ്രാർത്ഥിക്കുക. Please do support ICPF. ICPF-നെ സപ്പോർട്ട് ചെയ്യുക. Praise the Lord. Praise the Lord. May God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.